मोदी जी की गारंटी, मैस रेपिस्ट को वो हिंदुस्तान से भागने देंगे। और स्टेज में कर्नाटका के सामने प्रधानमंत्री मैस रेपिस्ट का समर्थन कर रहे हैं। वो कर्नाटका को कह रहे हैं कि अगर आपने इस रेपिस्ट को वोट दिया तो मेरी मदद होगी। കർണാടകയിലെ NDA നേതാവ് പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗികാരോപണ കേസ് ചൂടുപിടിക്കുകയാണ്. ഇത് രാജ്യമാകെ BJPയെ വെള്ളം കുടിപ്പിക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കർണാടകയിലെത്തിയ രാഹുൽ ഗാന്ധി കൂടി ഈ വിഷയം ഏറ്റെടുത്തതോടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ഗോതയിലാകെ വൻ വിവാദമായി പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗികാരോപണം ആളിപ്പടരുകയാണ്. വിഷയം തിരിച്ചുവിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ടെങ്കിലും നിർണായക സമയത്ത് BJPക്ക് സംഭവം കനത്ത തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് BJP. അതിനിടെ പ്രജ്വൽ രേവണ്ണയെ സുരക്ഷിതമായി രാജ്യം വിടാൻ പ്രധാനമന്ത്രി അടക്കമുള്ള കേന്ദ്ര സർക്കാർ വഴിവിട്ട് സൗകര്യങ്ങൾ ചെയ്തു ഒളിപ്പിച്ചു കടത്തിയെന്ന ആരോപണമാണ് കോൺഗ്രസ് പ്രധാനമായും ഉന്നയിക്കുന്നത്. പ്രതിക്കൊപ്പം നിലകൊണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് കർണാടകയിലെ ഷിമോഗയിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ആവശ്യപ്പെടുന്നു. और प्रधानमंत्री को कर्नाटक की जनता से और हिंदुस्तान की हर माता बहन से भी माफी मांगनी होगी। प्रज्वल रवन्ना 400 महिलाओं का रेप करता है। प्रज्वल रवन्ना 400 महिलाओं का रेप करता है, वीडियो बनाता है। ये सेक्स स्कैंडल नहीं है, इसको मैस रेप कहा जाता है। और स्टेज में कर्नाटका के सामने प्रधानमंत्री मैस रेपिस्ट का समर्थन कर रहे हैं। वो कर्नाटका को कह रहे हैं कि अगर आपने इस रेपिस्ट को वोट दिया तो मेरी मदद होगी। और कर्नाटका की हर महिला को मालूम होना चाहिए कि जब प्रधानमंत्री आपसे वोट मांग रहे थे तो उनको मालूम था प्रज्वल रवन्ना ने क्या किया था। बीजेपी को हर नेता को मालूम था कि प्रज्वल रवन्ना मैस रेपिस्ट है, तब भी उन्होंने उसका समर्थन दिया और अलायंस किया। प्रधानमंत्री को हिंदुस्तान की हर महिला से माफी मांगनी चाहिए कि उन्होंने एक मैस रेपिस्ट को अपने स्टेज पर लाकर उसको समर्थन देने की बात की आपसे। हिंदुस्तान के प्रधानमंत्री ने हिंदुस्तान की हर महिला का अपमान किया है और इसके लिए प्रधानमंत्री को, अमित शाह को और बीजेपी के हर नेता को देश की महिलाओं से, माताओं बहनों से हाथ जोड़कर सिर झुकाकर माफी मांगनी चाहिए। दुनिया के किसी भी लीडर ने ऐसा काम पहले नहीं किया होगा। पूरी दुनिया में ये खबर फैली है कि हिंदुस्तान के प्रधानमंत्री ने मैस रेपिस्ट के लिए वोट मांगा है। പ്രജ്വൽ രേവണ്ണ 400 സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും വീഡിയോകൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇത് ലൈംഗിക അഴിമതിയല്ല, കൂട്ടബലാത്സംഗമാണ്. കർണാടകയിലെ ജനങ്ങളുടെ മുന്നിൽ പ്രധാനമന്ത്രി ഈ കൂട്ടബലാത്സംഗക്കാരനെ പിന്തുണക്കുകയും വോട്ട് ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. BJP മുന്നണിക്ക് വോട്ട് ചെയ്യുക എന്നാൽ അത് കൂട്ടബലാത്സംഗക്കാർക്ക് പരസ്യ പിന്തുണ നൽകുന്നതിന് തുല്യമാണെന്ന് രാഹുൽ ഗാന്ധി ഷിമോഗയിൽ വോട്ടർമാരെ ഓർമ്മിപ്പിച്ചു. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയുടെ ചെറുമകനായ പ്രജ്വൽ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്ന പരാതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കേസ് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് പ്രജ്വൽ അതീവ രഹസ്യമായി രാജ്യം വിട്ടത്. ഇയാളുടെ മൊബൈലിൽ ശേഖരിച്ചു വെച്ചിരുന്ന നിരവധി വീഡിയോ ക്ലിപ്പുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹാസനിൽ വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങിയിരുന്നു. ഏപ്രിൽ 26-ന് വോട്ടെടുപ്പ് നടന്ന ഹാസൻ ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായിരുന്നു പ്രജ്വൽ എന്നത് BJPക്ക് കനത്ത പ്രഹരമായി മാറിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി ഇന്ത്യയിലെ എല്ലാ സ്ത്രീകളെയും അപമാനിച്ചു. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എല്ലാ BJP നേതാക്കളും രാജ്യത്തെ എല്ലാ സ്ത്രീകളോടും മാപ്പ് പറയണം. ये BJP की विचारधारा है। अलायंस की जरूरत थी, सत्ता चाहते हैं तो कुछ भी करने को तैयार है। आप सोचिए, हिंदुस्तान का प्रधानमंत्री पूरी दुनिया के सामने मैस रेपिस्ट के लिए वोट मांग रहा है। सत्ता के लिए कुछ भी कर सकते हैं। पिछले 10 साल 22 लोगों के लिए इन्होंने काम किया। हिंदुस्तान का धन लेकर
इन्होंने 22 लोगों को जेब में डाला, अदानी अंबानी इन लोगों के जेब में। भाइयों और बहनों, नरेंद्र मोदी ने 16 लाख करोड़ रुपए 22 लोगों का कर्जा माफ किया है। उन्होंने 22 अरबपति बनाए, अब हम करोड़ों लाखपति बनाने जा रहे हैं। मोदी जी की गारंटी, मैस रेपिस्ट को वो हिंदुस्तान से भागने देंगे। 400 महिलाओं का रेप किया, तब भी प्रधानमंत्री जी ने उसको जर्मनी जाने से नहीं रोका। उनके पास सारी मशीनरी है, इंटेलिजेंस है, कस्टम्स है, सारा का सारा है, तब भी प्रधानमंत्री ने इस मैस रेपिस्ट को जर्मनी जाने दिया। यह उनकी गारंटी है। अब अगर आप भ्रष्ट राजनेता हो, मैस रेपिस्ट हो, तो बीजेपी आपकी रक्षा करेगी। अब कांग्रेस पार्टी की गारंटी। ഒരു ക്രിമിനലിനു വേണ്ടിയും താൻ വോട്ട് ചോദിക്കില്ലെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ഒരു കൂട്ടബലാത്സംഗ കേസ് പ്രതിക്ക് വേണ്ടി പ്രധാനമന്ത്രി വോട്ടഭ്യർത്ഥിച്ചത് ലോകമാകെ അന്താളിപ്പോടെയാണ് കേൾക്കേണ്ടി വന്നത്. ഇത് BJPയുടെ പ്രത്യയശാസ്ത്രമാണ്. അവർ അധികാരത്തിലെത്താൻ ഏത് നീചന്മാരുമായി കൂട്ടുചേരുമെന്നും എന്തും ചെയ്യുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. नरेंद्र मोदी अरबपतियों का कर्जा माफ करते हैं, हम हिंदुस्तान के हर गरीब किसान का कर्जा माफ करने जा रहे हैं और किसानों को लीगल कानूनी मिनिमम सपोर्ट प्राइस हिंदुस्तान में पहले बार हमारी सरकार देगी। आपके लिए, गरीबों के लिए हुआ है, किसानों के लिए हुआ है, मजदूरों के लिए आजादी के बाद किया गया है। ये कॉलेजेस, स्कूल्स, यूनिवर्सिटीज, पब्लिक सेक्टर, ये सारा का सारा कॉन्स्टिट्यूशन के कारण बना है। अगर बीजेपी के लोग इसको खत्म कर देंगे तो गरीबों को हिंदुस्तान में कुछ नहीं मिलने वाला है। आपकी जमीन चले जाएगी, आपका कोई भविष्य नहीं होगा। अगर दलितों को, आदिवासियों को, पिछड़ों को, गरीब जनरल कास्ट के लोगों को कुछ मिलता है, अधिकार मिलते हैं, तो इस किताब के कारण मिलते हैं। इसके लिए पूरा देश लड़ना चाहिए, बीजेपी के और आरएसएस के खिलाफ लड़ना चाहिए, एक साथ लड़ना चाहिए। मैं आपका सबका दिल से धन्यवाद करता हूं। जय हिंद, जय कर्नाटका। ನಿಮ್ಮೆಲ್ಲರಿಗೂ ನಾನು ಮಾಡ್ತಾ ಇದ್ದೀನಿ. ಜೈ ಹಿಂದ್, ಜೈ ಕರ್ನಾಟಕ. ಎಲ್ಲರೂ ಕೂಡ ನಿರೀಕ್ಷೆಯಂತೆ ಬಹಳ ಬಿಸಿಲಾಗಿದೆ, ತುಂಬಾ ತಡವಾಗಿ ಕಾಯ್ತಾ ಇದ್ದೀರಾ. ನಮ್ಮೆಲ್ಲರ ಜನಪ್ರಿಯ ಮುಖ್ಯಮಂತ್ರಿಗಳಾಗಿರ್ತಕ್ಕಂಥ ಮಾನ್ಯ ಸಿದ್ದರಾಮಯ್ಯ ಸಾಹೇಬರು ನಿಮ್ಮನ್ನು ಉದ್ದೇಶಿಸಿ ಮಾತಾಡಬೇಕು ಅಂತೇಳಿ ವೇದಿಕೆಗೆ ಕರೀತಾ ಇದ್ದೀನಿ. ಅಖಿಲ ಭಾರತ